ശിക്ഷയെക്കുറിച്ച് ഇനി എന്താണ് പറയാനുള്ളതെന്ന് കോടതി ചോദിച്ചിരിക്കുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സുനി ആ കഥ പറഞ്ഞിരിക്കുന്നു. അമ്മ മാത്രമേ വീട്ടിലുള്ളൂ, ശിക്ഷയിൽ ഇളവ് വേണം എന്ന് പറയുന്നു. വേറൊന്നും പറയാനില്ലെന്നും സുനി പറഞ്ഞിരിക്കുകയാണ്. സുനി പറഞ്ഞത് തൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, ശിക്ഷയിൽ ഇളവ് വേണം എന്നുള്ളൊരു കാര്യമാണ് സുനി പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന് രണ്ടാം പ്രതി മാർട്ടിനാണ് പറയുന്നത്. മാർട്ടിൻ പറയുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. മാർട്ടിൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ശിക്ഷയിൽ ഇളവ് വേണമെന്ന് പറയുന്നു. നിരപരാധിയാണെന്ന് മാർട്ടിൻ ചൂണ്ടിക്കാണിക്കുന്നു. മാർട്ടിൻ ഇപ്പോൾ കോടതിയിൽ കരയുകയാണ്. മാർട്ടിൻ കോടതിയിൽ കരയാൻ തുടങ്ങിയിരിക്കുന്നു. താൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. മാർട്ടിൻ കരയുന്നു എന്നുള്ളതാണ് നമുക്ക് കോടതിക്കകത്ത് നിന്നും അറിയാൻ കഴിയുന്നത്. നേരത്തെ ഇനി ആ മൂന്നാം പ്രതിയോടാണ് കോടതിക്ക് കാര്യങ്ങൾ ചോദിക്കാനുള്ളത്. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ 5.5 വർഷം ജയിലിൽ കിടന്നു എന്നും മാർട്ടിൻ പറയുന്നുണ്ട്. താൻ നിരപരാധിയാണെന്ന് പറഞ്ഞു വെച്ചു. ഒപ്പം തന്നെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു വെച്ചു. ഇതിനിടയിൽ മാർട്ടിൻ പൊട്ടിക്കരഞ്ഞു. ഒപ്പം തന്നെ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ 5.5 വർഷം ജയിലിൽ കിടന്നു എന്ന് പറഞ്ഞു. എൻ്റെ പേരിൽ ഒരു കേസ് പോലും ഇല്ല എന്നും മാർട്ടിൻ കോടതിയെ അറിയിച്ചിരിക്കുന്നു. അതായത് താൻ ആദ്യമായി ഒരു കേസിൽ പെടുകയാണ്. ഇതുവരെയും തൻ്റെ പേരിൽ ഒരു കേസ് പോലുമില്ല, എൻ്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മാർട്ടിൻ പറയുന്നത്. അതായത് ഈ കേസ് മാത്രമാണ് തനിക്കെതിരെ ഉള്ളത്. താൻ നിരപരാധിയാണെന്ന് ആദ്യം പറഞ്ഞു. ഒപ്പം തന്നെ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ 5.5 വർഷം ജയിലിൽ കിടന്നു എന്ന് പറഞ്ഞു. ഇതിനിടയിൽ മാർട്ടിൻ പൊട്ടിക്കരഞ്ഞു. ഏറ്റവും ഒടുവിൽ പറയുന്നു തൻ്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലുമില്ല, തന്നെ വെറുതെ വിടണം, താൻ നിരപരാധിയാണ് എന്നുള്ളതാണ്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുള്ള മാതാപിതാക്കളുണ്ട് എന്നുള്ള സാധാരണ കുറ്റവാളികൾ എല്ലാവരും തന്നെ പറയുന്ന ഒരു കാര്യം കൂടി മാർട്ടിൻ കൂട്ടിച്ചേർത്തിരിക്കുന്നു. മാതാപിതാക്കളുണ്ട്, അവരെ നോക്കണമെന്നുള്ളത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുള്ള മാതാപിതാക്കളാണ്, അവരെ നോക്കേണ്ടത് താനാണ് കുടുംബത്തിൻ്റെ അത്താണി. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതാണ്. സാധാരണ ഒരു കേസ് പരിഗണിക്കുമ്പോൾ ശിക്ഷ വിധിക്കാൻ തയ്യാറാകുമ്പോൾ കോടതിക്ക് മുന്നിൽ പ്രതികൾ പറയുന്ന കാര്യമാണ് മാർട്ടിനും പറഞ്ഞു വെച്ചത്. ഞാൻ ജോലിക്ക് പോയിട്ടാണ് കുടുംബം പുലർത്തിയിരുന്നത് അല്ലെങ്കിൽ പുലർത്തേണ്ടത് എന്നുള്ളതും മാർട്ടിൻ പറഞ്ഞു വയ്ക്കുകയാണ്.